നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം പൂർത്തിയായിരിക്കുകയാണ്. 10 ടീമുകളും അവസാന സീസണുകളിലെ പിഴവുകൾ നികത്തി ടീമുകളെ കളത്തിലിറക്കിയിരിക്കുകയാണ്. ഇനി പടയൊരുക്കി മത്സരത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ നാളുകളാണ്. മെഗാലേലത്തിന് ശേഷം എല്ലാ ടീമുകളും വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ടീമുകളിലും താരങ്ങളുടെ റോളിൽ മാറ്റങ്ങളും ഉണ്ടാകും. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണയും വലിയ മാറ്റങ്ങളില്ലാതെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ടീം മെഗാലയത്തിന് മുൻപ് ഒഴിവാക്കിയ പല താരങ്ങളെയും ഇപ്പോൾ ടീമിലേക്ക് CSK തിരിച്ചെത്തിച്ചിട്ടുമുണ്ട്. ഇത്തവണയും CSKയ്ക്കൊപ്പം ധോണി ഉണ്ടെങ്കിലും വിക്കറ്റ് കീപ്പർ റോളിൽ ധോണി ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്ത്യൻ T20 ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിലവിലുള്ളത് സഞ്ജു സാംസണാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ ഗംഭീര പ്രകടനം നടത്തുന്നുമുണ്ട്. അവസാനം കളിച്ച 5 മത്സരത്തിൽ 3ലും സെഞ്ചുറിയോടെ മിന്നിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. സമീപകാലത്തെ താരത്തിന്റെ പ്രകടനങ്ങളെല്ലാം തന്നെ ഗംഭീരമായതിനാൽ സഞ്ജു സാംസണ് ഇനിയും ഓപ്പണർ റോളിൽ തുടരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ സഞ്ജു സാംസണ് വലിയ വെല്ലുവിളി ഉയർത്തി ഓപ്പണർ റോളിലേക്ക് എത്താനാണ് ഋതുരാജ് ഗെയ്ക്വാദ് ശ്രമിക്കുന്നത്. ഇന്ത്യ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഓപ്പണറാക്കി കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഋതുരാജ് ഗെയ്ക്വാദ് ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും വരുന്നത് സഞ്ജുവിനെ സീറ്റ് ലക്ഷ്യമാക്കി തന്നെയാണെന്നതിന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ വരുന്ന സീസൺ സഞ്ജുവിനും ഋതുരാജിനും ഒരുപോലെ നിർണായകവുമാണ്. ഇന്ത്യ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ഓപ്പണർ റോളിലേക്ക് എത്തിക്കാനാണ് സാധ്യത കൂടുതലെന്ന് വന്നതിനാൽ തന്നെ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ താരങ്ങളെല്ലാം തന്നെ ഓപ്പണർ റോൾ ലക്ഷ്യം വിട്ടാണ് ഇറങ്ങുന്നത്. ഇഷാൻ കിഷൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് ഉള്ളത്. ഓപ്പണർ റോളിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയുമാണ് നിലവിൽ ഹൈദരാബാദിനായി കളിക്കുന്നത്. എന്നാൽ ഇത്തവണ അഭിഷേകിന് പകരം ഓപ്പണർ റോളിൽ ഇറങ്ങാനാണ് സാധ്യതകൾ കൂടുതൽ. ഋഷഭ് പന്തിനെ റെക്കോർഡ് തുകയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിച്ചത്. ഇന്ത്യയുടെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനെ ലക്നൗ ഓപ്പണർ റോളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർ സ്ഥാനത്തിനായുള്ള പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർക്കെല്ലാം വരുന്ന IPL സീസൺ നിർണായകമാകുമെന്ന് തന്നെ നിസ്സംശയം പറയാം. CSKയിൽ ഇത്തവണയും ധോണി ഉണ്ട് എന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ധോണി എല്ലാ മത്സരവും കളിക്കാൻ ഉണ്ടായേക്കില്ല എന്നാണ് വിവരം. ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന ധോണി ടീമിനൊപ്പം ഉണ്ടാവുമെങ്കിലും എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം കളിക്കില്ല. വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് ഋതുരാജ് ഗെയ്ക്വാദ് ഈ റോളിലേക്ക് എത്താൻ തുനിയുന്നത്. എന്തായാലും ധോണി CSKയോടൊപ്പം കരുത്ത് പകർന്ന് ഇത്തവണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ധോണി കഴിഞ്ഞ സീസണോടെ വിരമിക്കേണ്ടതായിരുന്നുവെങ്കിലും മെഗാലേലം വരുന്നതിനാലാണ് ഈ വർഷം കൂടി കളിക്കാരൻ എന്ന നിലയിൽ ടീമിനൊപ്പം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാം.